ആരോട് ചോദിച്ചിട്ടാടോ താനിവിടെ പെണ്ണാലോചിച്ച് വന്നത്? ഹാ, അതൊക്കെ ഒരു നാട്ടുനടപ്പല്ലയോ? എന്നതാ എൻ്റെ വാവ കൊച്ചെയ്ത്? എവിയുടെ അടക്കി പിടിച്ച ചിരി വാവ വ്യക്തമായി കേട്ടു. അവൾ പല്ലിറുമി. ഇച്ചായൻ്റെ കൊച്ചു വല്ലാത്ത ചൂടിലാണല്ലോ. എബി റെയിലിങ്ങിലേക്ക് ചാരി നിന്ന് ചിരിയോടെ ചോദിച്ചു. എന്നോട് പറയാതെ എൻ്റെ വീട്ടിൽ പെണ്ണ് ആലോചിച്ച് വരാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇപ്പോൾ ശരിക്കും എന്നതാ കൊച്ചിൻ്റെ പ്രശ്നം? ഇച്ചായൻ പറയാതെ വന്നതാണോ? എങ്കിൽ കേട്ടോ, ഐ ലവ് യു. ദേഷ്യത്തോടൊന്നും ഉരുണ്ടുകൊണ്ടവൾ ഫോൺ കട്ടാക്കി. ഫോണിലേക്ക് നോക്കി ചിരിയോടെ ബാക്കി ചായ കൂടെ സിപ്പ് ചെയ്തവൻ വാവ ഫോൺ ബെഡിലേക്ക് എടുത്തെറിഞ്ഞ് ബെഡിലേക്കിരുന്നു. ചേച്ചി എന്താ? ദേഷ്യത്തിൽ വേദുവിനെ നോക്കി ചോദിച്ചു. ബിന്ദു അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാവ എഴുന്നേറ്റ് മുടിയൊന്ന് അഴിച്ചു കെട്ടി പുറത്തേക്കിറങ്ങി. പിന്നാലെ വേദുവും ചേച്ചിയും വരുന്നത് കണ്ടപ്പോൾ എന്താന്നുള്ള ഭാവത്തിൽ തിരിഞ്ഞു നോക്കി. 3 പേരോടും കൂടെ ചെല്ലാനാ പറഞ്ഞത്. വേദു വാവയുടെ നോട്ടം കണ്ടു പറഞ്ഞു. മൂവരെയും കണ്ടതേ പരിഭ്രമത്തോടെ നോക്കി ബിന്ദു ചേച്ചി അകത്തേക്ക് വിളിച്ചു. ഹാളിലെ സോഫയിൽ കിടന്ന വിച്ചു മൂവരെയും കണ്ടതേ നേരെ ഇരുന്നു. കാണിച്ചേ വിച്ചു. വിച്ചു ഫോൺ സ്ക്രോൾ ചെയ്ത് ഒരു വീഡിയോ ഓണാക്കി വാവയുടെ കയ്യിലേക്ക് കൊടുത്തു. വിച്ചു വേദുവിനെ ഒന്നും നോക്കാനും മറന്നില്ല. മഹേഷിന്റെ തിരോധാനം അന്വേഷിക്കുക, പോലീസിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു പറ്റം ചെറുപ്പക്കാർ സമരം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. വൈകിയുടെ ശരീരം ഒന്ന് വിറച്ചു. പോലീസ് അതിനുള്ള വിശദീകരണവും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മഹേഷിന്റെ പിതാവ് തന്ന പരാതിയിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആള് ബാംഗ്ലൂർ പോകും എന്നൊരു മെസ്സേജ് അയച്ചിരുന്നതായും വീട്ടുകാർ പറയുന്നുണ്ട്. ഈ മഹേഷിന് മാനസികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അയാൾ ഒരു മനോരോഗ വിദഗ്ധൻ അരികിൽ നിന്നും ചികിത്സ തേടിയിരുന്നതായും വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു ഇയാൾ. ന്യൂസിലൊക്കെ ആയിട്ടുണ്ട്, വിച്ചു പറഞ്ഞു. അയാളെ കാണാത്തതിന് നമ്മൾ എന്നാ ചെയ്യാനാ? വാവ നിസ്സാരമായി പറഞ്ഞു. ബിന്ദു ചേച്ചി അവളെ തന്നെ സൂക്ഷിച്ചൊന്ന് നോക്കി. എൻ്റെ ചേച്ചി, ഞാൻ അയാളെ ഒന്നും ചെയ്തിട്ടില്ല. ബിന്ദു ചേച്ചിയുടെ നോട്ടം മനസ്സിലാക്കിക്കൊണ്ട് വാവ പറഞ്ഞു. വൈകിയുടെയും ഭയം അതായിരുന്നു. സുരേഷേട്ടൻ എന്തിയെ? അപ്പുറത്തുകാരുടെ പട്ടിക്ക് പേയായിരുന്നെന്ന്. രാവിലെ അത് ചത്തു. അതിനെ കുഴിച്ചിടാൻ പോയതാ. ബിന്ദു ചേച്ചിയുടെയൊക്കെ വീടിനപ്പുറത്ത് പ്രായമായ ഒരു അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുന്നുണ്ട്. മകനങ്ങ് ഗൾഫിലാ. ജോലിക്കൊരു സ്ത്രീ നിൽപ്പുണ്ട്. പുറത്തെ സഹായത്തിന് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ സുരേഷേട്ടനെ വിളിക്കും. 2-3 ദിവസമായി പട്ടിയുടെ വായിൽ നിന്ന് നൊരയും പതയും വരുന്നു. വല്ലാതെ കുരയ്ക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. കൂട്ടിൽ തന്നെയായിരുന്നു. സുരേഷേട്ടൻ പറമ്പിലൂടെ വരുന്നത് കണ്ടപ്പോൾ വാവ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. വാവയെ കണ്ടതേ സുരേഷേട്ടൻ നടപ്പിന് വേഗത കൂട്ടി. എന്തായി? സുരേഷേട്ടൻ അടക്കി പിടിച്ച് ചോദിച്ചു. ഓക്കെ. ആരെങ്കിലും കണ്ടോ? ഇല്ല. വേദവും വൈകിയും ബിന്ദു ചേച്ചിയും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്നിരുവരും പട്ടിയുടെ കാര്യം സംസാരിച്ചു. ന്യൂസ് സുരേഷേട്ടനും കണ്ടിരുന്നു. നിന്റെ അമ്മാവിനും അമ്മായിയും ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞിരുന്നാൽ അവിടെ ഒരു ബഹളം നടക്കേണ്ട സമയം കഴിഞ്ഞു. ബഹളം കൊണ്ടിങ്ങോട്ട് വരട്ടെ. ഒന്നിനും പോകണ്ട. പറഞ്ഞു മടുക്കുമ്പോൾ നിർത്തിക്കോളും. മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. അവൻ വട്ടുമൂത്ത് എതിലെങ്കിലും പോയിട്ടുണ്ടാകും. മാവയോടായി പറഞ്ഞു. വൈകിയുടെ തോളിലൊന്ന് തട്ടി പറഞ്ഞ് അവസാനിപ്പിച്ച സുരേഷേട്ടൻ. വൈകിയുടെ പേടി മുഴുവൻ വാവയ്ക്ക് മഹേഷിന്റെ തിരോധാനത്തിൽ വല്ല പങ്കും ഉണ്ടോ എന്നായിരുന്നു. അതിൽ വാവയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് സുരേഷേട്ടൻ ഉറപ്പാണ്. തലേന്നത്തെ കാര്യം അയാൾ ഓർത്തു. വാവയും താനും കണ്ടത്. എന്താ സുരേഷേട്ടാ? ഉച്ചയായപ്പോൾ പ്ലാമൂട്ടുകാരുടെ മുറ്റത്തുനിന്ന് സുരേഷേട്ടൻ ഓട്ടോയുമായി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ മുറ്റത്ത് നിന്ന വാവ കല്ലുകെട്ടിറങ്ങി നിന്നതാണ്. അപ്പുറത്തെ അവരുടെ നായ്ക്ക് പേയാണെന്ന് തോന്നുന്നു. 2-3 ദിവസമായി വല്ലാത്ത കൊരയൊക്കെയാന്ന്. മൃഗഡോക്ടറെ ഒന്ന് വിളിക്കാമോന്ന് ചോദിക്കാൻ അവര് വിളിച്ചതാ. ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി രാവിലെ ആകട്ടെ. പേ തന്നെയാ. അപ്പോൾ വാവ പ്രത്യേകിച്ചൊന്നും പറയാതെ കയറിപ്പോയി. തുണിയെല്ലാം അലക്കി വിരിച്ചു. ചേച്ചി അടുക്കളയിലുണ്ട്. നാളെ സ്റ്റിച്ചെടുക്കാൻ പോകണം. അപ്പോഴാണ് മനുവിൻ്റെ കാര്യം ഓർത്തത്. അവനും അതേ ഹോസ്പിറ്റലിലാണ്. സുഖം പ്രാപിച്ചവൻ വരുമ്പോൾ ഉറപ്പായും തങ്ങളുടെ നേരെ ഒരു ആക്രമണം ഉണ്ടാകും. അന്നേ അങ്ങ് കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു. അടുക്കളപ്പുറത്തിരുന്ന തനിക്കരികിലേക്ക് ചേച്ചി ഒരു ഗ്ലാസ് കട്ടൻ കൊണ്ടുവച്ച് നിവരുമ്പോൾ തലയിലെ മുറിവ് കണ്ടു. വട്ടത്തിൽ അത്രയും ഭാഗത്ത് തലമുടിയില്ല. എത്രത്തോളം വേദന തിന്നിട്ടുണ്ടാകും.
അതും തനിക്ക് വേണ്ടി. പാവം. സുരേഷേട്ടന്റെ ഓട്ടോ കടന്നുപോയ ശബ്ദം കേട്ടു. എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി സുരേഷേട്ടനെ വിളിച്ചു. നായ്ക്ക് പേ തന്നെയാണോ എന്ന് ഒന്നുകൂടെ വിളിച്ചു ചോദിച്ചുറപ്പുവരുത്തി. വാവ വിളിച്ചൂടെ ചോദിച്ചപ്പോൾ സുരേഷിനും സംശയമേറി. സുരേഷേട്ടൻ പോയിട്ട് തിരിച്ചു വരുന്നതുവരെ പിന്നൊരു കാത്തിരിപ്പായിരുന്നു വാവ. സന്ധ്യ കഴിഞ്ഞപ്പോൾ സുരേഷേട്ടന്റെ ഓട്ടോ കടന്നു വരുന്നത് കണ്ട് വേഗം പറമ്പിൽ കൂടെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഇറങ്ങി നിന്നു. ഹെഡ്ലൈറ്റിന്റെ വെട്ടം മുഖത്തടിച്ചപ്പോൾ വാവ കൈകൊണ്ട് മുഖമൊന്ന് മറച്ചു. എന്താ മോളെ? പരിഭ്രാന്തിയോടെ ഓട്ടോ നിർത്തി ഇറങ്ങി വന്നയാൾ ചോദിച്ചു. എനിക്ക് അയാളെ കൊല്ലണം സുരേഷേട്ടാ. മറ്റൊന്നും പറയാതെ അവൾ പറഞ്ഞു. വാവേ? അവളുടെ അപ്പോഴത്തെ ഭാവം കണ്ട് ഭയത്തോടെ അയാൾ വിളിച്ചു. അയാൾ സുഖം പ്രാപിച്ച് പുറത്തിറങ്ങിയാൽ ഞങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ മോളെ? ആരും അറിയില്ല. അവൻ പേ പിടിച്ച് ചാകണം. അവളെന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് സുരേഷിന് മനസ്സിലായി. താനൊപ്പം നിന്നില്ലെങ്കിൽ തനിയാണേലും അവളത് ചെയ്യും. തനിയെ പോയി എന്തേലും പ്രശ്നം ഉണ്ടാക്കിയാൽ. മുന്നേ ഒരു സിനിമയിൽ കണ്ട ഓർമ്മയിൽ സുരേഷിനോട് വാവ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. മോളെ, ഇത് സിനിമയല്ല, ജീവിതവാ. സിനിമയിൽ അതൊക്കെ നടക്കും. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ. ഇല്ല സുരേഷേട്ടാ, അല്ല ഞാൻ തനിയാണേലും ചെയ്യും. ഒന്നും മിണ്ടാതെ സുരേഷേട്ടൻ ഓട്ടോയും എടുത്തു പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോണിലേക്ക് വിളിച്ചു. വാവ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. കയ്യിലിരുന്ന ഇരുമ്പിന്റെ നീണ്ട കഷ്ണം തുണിയിൽ ചുറ്റി കയ്യിലേക്ക് തന്നു. സൂക്ഷിക്കണം, അറിയാതെ പോലും കയ്യിലൊന്നും പോറരുത്, സുരേഷേട്ടൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. എന്നാലും ആ പട്ടി ചത്തുപോയതാ. ലക്ഷങ്ങളാ അതിന്റെ വില. ബിന്ദു ചേച്ചി താടിക്ക് കൈ കൊടുത്ത് പറയുമ്പോൾ വാവ സുരേഷേട്ടനെ മാത്രം നോക്കിയൊന്ന് ചിരിച്ചു. അവളെയൊന്ന് നോക്കി തോളിൽ കിടന്ന തോർത്തും കുടഞ്ഞ് സുരേഷേട്ടൻ അകത്തേക്ക് കയറി. നന്നായിട്ട് പഠിച്ചോണം കേട്ടോ വേദു. വെറുതെ ഉഴപ്പി നടക്കാനാണെങ്കിൽ രാവിലെയും വൈകിട്ടും വണ്ടിക്കൂലിയും കൊടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പഠിക്കുന്നുണ്ട് ചേച്ചി. പൊയ്ക്കോ. ഗേറ്റിനരിയിലേക്ക് തിരിഞ്ഞ വേദു വാവയെ തിരിഞ്ഞൊന്നു നോക്കി. എന്തേ? ചേച്ചി വൈകിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുവോ? ഇപ്പോൾ തന്നെ കുറേ ദിവസം ലീവാക്കിയില്ലേ, ഇനിയും പോകാതിരുന്നാൽ എങ്ങനെയാ? വാവ വേദുവിനരികിലേക്ക് നടന്നു ചെന്നു. അവളെയും കൂട്ടി അടുത്ത മരച്ചുവട്ടിലേക്ക് നീങ്ങി നിന്നു. ഇനി മുതൽ വൈകേച്ചിയും നമുക്കൊപ്പം ഉണ്ടാകും. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ചേച്ചി ടെക്സ്റ്റൈൽസിൽ പൊയ്ക്കോട്ടെ. ആ തള്ളയും മോളും വീട്ടിലിരിക്കുന്നത് കൊണ്ട് വീട്ടിലിരുത്തിയാൽ ശരിയാവില്ല. അല്ലേ തന്നെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ എന്തിനാ മാനസിക സംഘർഷം കൂട്ടാൻ? മോളോട് ചേച്ചി ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? വേദു തല വിലങ്ങനെ അനക്കി. നമ്മുടെ അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ മോൾക്കറിയാലോ. ആവശ്യമില്ലാത്ത ഒന്നിനും പോയി തലവെച്ച് കൊടുക്കരുത്. നിന്റെ ബിന്ദുവമ്മയോട് ഇന്നാള് പറയുന്ന കേട്ടല്ലോ, ഏതോ ചെറുക്കൻ പിന്നാലെ നടക്കുന്ന കാര്യം. ഇപ്പോഴും ഉണ്ടോ? ഏയ് ഇല്ല ചേച്ചി. വേദു തലകുനിച്ചു. ചേച്ചി വഴക്കു പറയുമോ എന്നൊരു ഭയവും ബിന്ദുവമ്മ ചേച്ചിയോട് പറഞ്ഞല്ലോ എന്നോർത്തൊരു കുഞ്ഞു സങ്കടവും. വേദുവിന്റെ മുഖം മങ്ങി. ചേച്ചി പറഞ്ഞത് വിഷമമായോ? വാവ വേദുവിന്റെ കവിളിൽ മെല്ലെ കൈ ചേർത്തു. ഇല്ല ചേച്ചി. എങ്കിൽ പൊയ്ക്കോ. തല എനിക്ക് വേദു പോകുന്നത് നോക്കി വാവ നിന്നു. വേദു വരാന്തയിലേക്ക് കയറിയപ്പോൾ വാവ തിരിഞ്ഞു നടന്നു. കോളേജ് പാർക്കിങ്ങിൽ തന്റെ സ്ഥിരം പ്ലേസിൽ ബുള്ളറ്റ് വെച്ച് എബി ഇറങ്ങി. ഗ്രൗണ്ടിലൂടെ മുന്നോട്ട് നടന്നു. ഇന്നൊരു ബ്ലൂ ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ എതിരെ വരുന്ന സ്റ്റുഡൻസ് വിഷ് ചെയ്യുന്നുണ്ട്. ഒരു പുഞ്ചിരിയോടെ അവരെ മറികടന്നു പോകുമ്പോൾ അലസമായി നോട്ടം സെക്കൻഡ് ഫ്ലോറിലേക്ക് നീണ്ടു. വാവ. എബിയുടെ കണ്ണുകൾ തിളങ്ങി. ചുണ്ടിൽ തങ്ങി നിന്ന പുഞ്ചിരി ആരേലും കണ്ടു കാണുമോ എന്ന ധാരണയിൽ ചുറ്റുമൊന്ന് നോക്കി. ഒരിക്കൽ കൂടെ ലൈബ്രറിയുടെ നേരെ നടക്കുന്നവളെ നോക്കി സ്റ്റാഫ് റൂമിലേക്ക് കയറി. ഇന്നവൾ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയാകും പെണ്ണ് തന്നെ ഫേസ് ചെയ്യുന്നതെന്ന് ഒന്നറിയണമല്ലോ. സെക്കൻഡ് അവറാണ് വാവയുടെ ക്ലാസ് തനിക്ക്. സെക്കൻഡ് അവർ വാവയുടെ ക്ലാസ്സിലേക്ക് കയറി ടെക്സ്റ്റ് ടേബിളിലേക്ക് വയ്ക്കുന്ന കൂടെ എല്ലാവരോടും ഗുഡ് മോർണിംഗും പറഞ്ഞു. സിറ്റ് സിറ്റ്. അല്പം കഴിഞ്ഞാണ് എബിയുടെ നോട്ടം വാവയുടെ ബെഞ്ചിലേക്ക് നീണ്ടത്. വാവയെ അവളുടെ സീറ്റിൽ കാണാഞ്ഞപ്പോൾ ചുറ്റും കണ്ണുകളൊന്ന് ഓടിച്ചു. ഇല്ല. ഓ, മനഃപൂർവ്വമാണ്. കാണിച്ചു തരാം കുരുപ്പേ. ബാക്കി പോർഷൻസ് നോക്കിക്കോ. അവർ തീരുന്നതിന് മുന്നേ എബി ക്ലാസ്സിൽ നിന്നിറങ്ങി. ഒരാഴ്ചത്തെ നോട്ട്സ് ഉണ്ട്. മുഖം മറച്ച് ബുക്ക് ഡെസ്കിൽ കുത്തിവെച്ച് എഴുതുന്നതിനിടയിൽ
ബുക്ക് നിലത്തേക്കൊന്ന് മറിഞ്ഞു. മുന്നിൽ ടേബിളിലേക്ക് തല ചായച്ചിരിക്കുന്നവനെ കണ്ട് പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ എബിയെ തന്നെ നോക്കിക്കൊണ്ടവൾ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. അവളുടെ നോട്ടത്തിലൊന്ന് പതറിക്കൊണ്ടവൻ ചുറ്റുമൊന്ന് നോക്കി. വീണ്ടും അവളെ നോക്കുമ്പോഴും നോട്ടം തന്നിലാണ്. ഇങ്ങനെ നോക്കല്ലേ, മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ നോട്ടം മാറ്റി. എൻ്റെ ക്ലാസ്സിൽ കയറില്ലെന്നാണോ? പുച്ഛത്തോടെ അവളുടെ ചുണ്ടൊന്ന് കോടി. ടേബിളിലിരുന്ന ബുക്സ് അടച്ച് പേനായും ക്യാപ്പിട്ടു. വാവേ, വൈഷ്ണവി. ഓ ശരി, വൈഷ്ണവി. ബുക്സും പെന്നും കയ്യിലെടുത്ത് പോകാൻ തുടങ്ങിയവളുടെ മുന്നിലേക്ക് വേഗം കയറി നിന്നു. എന്താടോ? പഠിപ്പിക്കുന്ന അധ്യാപകനെയാണോ എടോ പോടോ എന്നൊക്കെ വിളിക്കുന്നത്? ഇന്നലെ വിളിച്ചത് ഞാനങ്ങ് ക്ഷമിച്ചു. അവളുടെ ചെവിയിൽ മെല്ലെയൊന്ന് പിടിച്ചു, ഒട്ടും വേദനിപ്പിക്കാതെ. വാവ ദേഷ്യത്തിൽ കൈക്കിട്ടൊറ്റ തട്ടുകൊടുത്തു. ഒരധ്യാപകൻ പറയേണ്ട വർത്താനവും പ്രവൃത്തിയല്ല സാർ ഇന്നലെ കാണിച്ചത്. പിന്നെ ഇപ്പോൾ എൻ്റെ ദേഹത്ത് തൊട്ടത്, അത് ഞാനങ്ങ് ക്ഷമിച്ചു. ചെവിയിൽ പിടിച്ചതിനാണ്. ഒരാളോടൊരിഷ്ടം തോന്നുന്നത് തെറ്റാണോ? നേരെ ചൊവ്വേ വന്ന് ആലോചിച്ചത് തെറ്റാണോ? എന്നോട് തോന്നിയത് തെറ്റാണ്. എന്നെ ആലോചിച്ചതും വന്നതും തെറ്റാണ്. ബെല്ല് മുഴങ്ങുന്ന കേട്ടപ്പോൾ വാവ ക്ലാസ്സിലേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോകുന്നത് നോക്കി എബി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അടുത്ത അവർ വാവയ്ക്കൊക്കെ സുബിൻ സാറാണ്. എബി സുബിൻ സാറിനോട് ചോദിച്ച് ആ അവറും കൂടെ വാങ്ങി. സുബിൻ സാറിനെ തനിക്ക് കയറേണ്ട ഫസ്റ്റ് ഇയർ BBA ക്ലാസ്സിലേക്കും വിട്ടു. പെട്ടെന്ന് എബി ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. ഇന്ന് സുബിൻ സാർ ഉണ്ടായിരുന്നതാണ്. പോർഷൻസ് തീരാനൊന്നുമില്ല. പിന്നെ എന്താ? പലരും അടക്കം ചോദിച്ചു. എന്താ? മുന്നിലിരുന്ന് കുശുകുശുക്കുന്ന അപർണയോട് എബി ചോദിച്ചു. അല്ല സാർ, ഈ അവർ സുബിൻ സാർ അല്ലേന്ന് റിൻസിയാണ് ചോദിച്ചത്. എന്താ ഈ അവർ ഞാൻ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വാവ ടെക്സ്റ്റിലേക്ക് മുഖം കുനിച്ചിരിക്കുവാണ്. കഴിഞ്ഞ അവർ ഞാനെടുത്ത പോർഷൻ വൈഷ്ണവി ഒന്നുകൂടെ എടുത്തേ. പെട്ടെന്ന് തൻ്റെ പേര് വിളിച്ചപ്പോൾ അവളിലെ ഭാവമാറ്റം ആസ്വദിച്ചുകൊണ്ടവൻ ടേബിളിലേക്ക് ചാരി നിന്നു. വാവ കഴിഞ്ഞ അവർ ക്ലാസ്സിൽ കയറാത്തത് കൊണ്ട് അവൾക്കിട്ട് കിട്ടിയ പണിയാണെന്ന് മറ്റുള്ളവർ ധരിച്ചു. റിൻസിക്കും കൂട്ടർക്കും വല്ലാത്ത സന്തോഷവും. അടുത്തിരുന്ന മീരയോട് കഴിഞ്ഞവർ എടുത്ത ഭാഗം വാവ ചോദിച്ചിരുന്നു. നല്ല വൃത്തിയായി തന്നെ വാവ ആ ഭാഗം എടുത്തു. വാവ ഇപ്പോൾ തന്നോട് പറയും കഴിഞ്ഞവർ ക്ലാസ്സിൽ കയറിയില്ലെന്ന്. ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു വിടണം, മര്യാദയ്ക്ക് തൻ്റെ അവർ ക്ലാസ്സിൽ കയറിക്കണം എന്നൊക്കെ പറഞ്ഞൊന്ന് ചൂടാക്കണമെന്നാണ് എബി കരുതിയത്. പക്ഷെ അവൾ ശരിക്കും ഞെട്ടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ എബി തന്നെ അവളോട് ഇരുന്നോളാൻ പറഞ്ഞു. വൈകിട്ട് കോളേജ് വിട്ട് ഗേറ്റ് കടന്ന് അതിവേഗം മുന്നോട്ട് നടന്ന വാവ പിന്നിൽ നിന്ന് ആരോ തൻ്റെ പേര് വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി. എബി സാറിൻ്റെ പപ്പ. കാറിൻ്റെ ഡോറടച്ച് സാമുവൽ അവൾക്ക് അരികിലേക്ക് ചെന്നു. ഒപ്പമുള്ള സ്ത്രീ എബിയുടെ മമ്മയാണെന്ന് ഒറ്റനോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി. ഇവരിനി എന്തിനാണോ വന്നത്? സാമുവലിനെ നോക്കി വാവ ഭംഗിയായെന്ന് ചിരിച്ചു. അന്നമ്മച്ചി അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. എണ്ണമയമുള്ള മെടഞ്ഞിട്ടിരിക്കുന്ന നീണ്ട തലമുടി, മുഖത്ത് പൗഡറോ പൊട്ടോ ഒന്നുമില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. പെട്ടെന്ന് എബിയുടെ ബുള്ളറ്റ് മൂവർക്കും അരികിലായി വന്ന് നിർത്തി. അവൻ ഇറങ്ങി. ആ, ഞാൻ കരുതി നിങ്ങൾ വാവയെ കണ്ടു കാണില്ലെന്ന്. വാണം വിട്ട കണക്കാ പോക്ക്. വാവ എബിയെ കൂർപ്പിച്ചൊന്ന് നോക്കി. വാവ എന്ന് വിളിച്ചതിനാണ്. എബി ചുണ്ടു കൂർപ്പിച്ചു കാണിച്ചു. മോള് സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടെന്ന് എബി പറഞ്ഞു. ഉണ്ടെങ്കിൽ? സാമുവലിന്റെ മുഖമൊന്നു മങ്ങി. ഞങ്ങൾ ഇന്നലെ മോളുടെ വീട്ടിൽ വന്നിരുന്നു. നേരിട്ട് കാണാൻ ഒക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച. അമ്മച്ചി മോളെ കണ്ടിട്ടില്ലല്ലോ. എബി ഉച്ചയ്ക്ക് വിളിച്ചേച്ചും പറഞ്ഞു 3 മണിയാകുമ്പോഴേക്കും ഇങ്ങ് പോരെ കാണാന്ന്. വാവ വെറുതെ ഒന്ന് ചിരിച്ചു. അന്നമ്മ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് തലോടി, നെറ്റിയിൽ ചുണ്ട് ചേർത്തു. അമ്മച്ചിക്ക് ഇഷ്ടായി. എബിയെയും വാവയെയും അപ്പനെയും അമ്മച്ചിയെയും പല കുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. മോൾക്ക് സമ്മതമാണോ എൻ്റെ എബിയുടെ പെണ്ണായിട്ട് പാലക്കുന്നേലേക്ക് വരാൻ? അന്നമ്മച്ചി അവളുടെ കരം കവർന്ന് പ്രതീക്ഷയോടെ അവളെ നോക്കി. അമ്മച്ചി എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല എനിക്ക്. ചെല്ലട്ടെ അമ്മച്ചി. കുറച്ച് ദിവസമായി ലീവായിരുന്നു. ഇന്നു മുതൽ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലാമെന്നാ പറഞ്ഞത്. ഇപ്പോൾ തന്നെ താമസിച്ചു. അമ്മച്ചിയുടെ തൻ്റെ കൈക്കുള്ളിലിരുന്ന കരം മോചിപ്പിച്ചുകൊണ്ട് സാമുവലിനെ നോക്കിയൊന്ന് ചിരിച്ച് വേഗം തിരിഞ്ഞു നടന്നു. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.